ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ മോട്ടോറോളൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഫോണിനെ കുറിച്ചാണ്. ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണും കൂടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഒരു വർഷം തന്നെ മോട്ടോറോള ഒരുപാട് ബഡ്ജറ്റിൽ വരുന്ന ഫോണുകളാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെയുള്ള ഒരു ഫോണും കൂടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ മോട്ടോറോളൻ്റെ മോട്ടോ G62 5G എന്നൊരു ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഐറ്റം പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് നമ്മളെ ഫോണാണ്. ഫോൺ നമുക്ക് വല്ല ഇവിടെ മാറ്റി വെക്കാം. ബോക്സിൽ നിങ്ങൾ കാണാം, മുകളിലായിട്ട് ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. കുറച്ച് യൂസർ മാനുവലും സിം എജക്റ്റ് ചെയ്യാനുള്ള ടൂളുമാണുള്ളത്. പിന്നെ ബോക്സിലുള്ളത് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഇത്രേ ഉള്ളൂ ബോക്സിൽ. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണ് മോട്ടോ G62 എന്ന മോഡല്. ഫോണിൻ്റെ ബാക്കിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബാക്ക് കവറും കൊടുത്തിട്ടുള്ളത്. ഒരു TPU കേസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസാണ്. നമുക്ക് സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയന്റ് 4GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജുമുള്ള മിഡ് നൈറ്റ് ഗ്രേ എന്നൊരു കളറാണ്. ഇത് കൂടാതെ ഒരു കളറിലും കൂടെ ഈ ഫോൺ വരുന്നുണ്ട്, ഫോറസ്റ്റ് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ കളറിൽ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഫോണിന്റെ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.6 mm ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഭാരം വരുന്നത് 184 ഗ്രാം ആണ്. ഇനി ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു അക്രലിക്കിന്റെ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗ്ലാസ് ഫിനിഷ് പോലെയൊക്കെ തോന്നിക്കെങ്കിലും ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ്. കൂടാതെ ഒരു ഓവൽ ഷേപ്പിലാണ് ക്യാമറ വരുന്നത്. 3 ക്യാമറയും ഒരു ഫ്ലാഷാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ നമുക്ക് മുമ്പ് വന്നിട്ടുള്ള മോട്ടോജിന്റെ അതേ ഒരു ഡിസൈനിലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഇനി ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. ഇതിന്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. പിന്നെ വോളിയം വോക്കേഴ്സ് ആണുള്ളത്. മുകളിലായിട്ട് ഒരു സ്പീക്കറും സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിം ട്രേ ആണ് വരുന്നത്. ഇനി ഫോണിന്റെ താഴെഭാഗത്തായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു മെയിൻ മൈക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ ഒരു മെയിൻ സ്പീക്കർ. ഇത്രയാണ് താഴെഭാഗത്ത് വരുന്നത്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ IPS LCD 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 85.2% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ നമുക്ക് ബെസൽസ് ഒക്കെ വളരെ കുറവാണ്. താഴെഭാഗത്ത് ചെറിയ രീതിയിലുള്ള ബെസൽ കാണുന്നുണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ 405 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഡിസ്പ്ലേന്റെ സെൻട്രലായിട്ട് പഞ്ച് ഹോൾ ആയിട്ടാണ് ക്യാമറയും വരുന്നത്. ഞാനിത് വെയിലുള്ള സമയത്തൊക്കെ യൂസ് ചെയ്ത് നോക്കി പുറത്ത് പോയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇതിൽ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു AMOLED ഡിസ്പ്ലേ തരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അപ്പോൾ ടോട്ടലി ഈ ഒരു ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇനി ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയ Android 12 ഈ ഫോൺ വരുന്നത്. ഇനി ഫോണിൽ 1 ഇയറിന്റെ OS അപ്ഡേഷനും കിട്ടും. അതായത് ഇപ്പം 12 ഉള്ളത് നമുക്ക് 13ലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ 3 വർഷം വരെ നമുക്കിതിൽ സെക്യൂരിറ്റി അപ്ഡേഷനും കിട്ടുന്നതാണ്. ഇനി ഇതിൽ വരുന്നത് ക്യുവൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 480+ 5G എന്നൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. അതുപോലെ അഡ്രിനോന്റെ 619 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത്ര വലിയൊരു പ്രൊസസ്സറും ഗ്രാഫിക്സ് ഒന്നല്ല ഇതിൽ വരുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒന്നും നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നില്ല. ഒരു സ്മൂത്ത്നെസ്സിൻ്റെ കുറവും അതുപോലെ തന്നെ ഒരു ഫ്രെയിം മിസ്സിംഗ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗെയിമിങ്ങിനുള്ള ഫോണല്ല, എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നല്ലൊരു ഫോൺ. ഇനി ഈ ഒരു ഫോൺ വരുന്നത് ഒരു വേരിയന്റിൽ മാത്രമാണ്. 4GB and 128GB ഇത് വരുന്നത്. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ക്യാമറ 50 MP f1.8 അപ്പേച്ചർ വരെയുള്ള ഒരു മെയിൻ ക്യാമറയും, അടുത്തൊരു ക്യാമറ വരുന്നത് 8 MP f2.2 അപ്പേച്ചർ വരെയുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയും, പിന്നുള്ളത് 2 MP f2.4 അപ്പേച്ചർ വരെയുള്ള ഒരു മാക്രോ ക്യാമറയാണ് ഇതിൽ ക്യാമറകളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഫോട്ടോസൊക്കെ എടുത്ത സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോട്ടോസാണ് കിട്ടിയിട്ടുള്ളത്. റിയർ ക്യാമറ ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HDയിൽ 30 ഫ്രെയിം/സെക്കൻഡിലും 60 ഫ്രെയിം/സെക്കൻഡിലാണ്. ഈ റിയർ ക്യാമറയിൽ എടുത്ത വീഡിയോസിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഷേക്ക് കൂടാത്ത വീഡിയോസ് ഒക്കെ എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ഒരു സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
ഇനി 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെൽഫി ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനും വീഡിയോസിനും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ എടുത്തതാണ്. ഇപ്പോൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ റിയർ ക്യാമറയിലായാലും സെൽഫി ക്യാമറയിലായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫിയിൽ അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഫോണിൽ ഡുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. താഴെ ഭാഗത്തായിട്ടൊരു സ്പീക്കറും മുകളിലൊരു സ്പീക്കറാണ്. ഇങ്ങനെ 2 സ്പീക്കേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നല്ല സ്റ്റീരിയോ സൗണ്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എത്രമാത്രം ലൗഡ് ഉണ്ട് എന്നൊക്കെ. ഇപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ സൗണ്ട് വരുന്നത്, മുകളിൽ നിന്ന് ചെറിയ സൗണ്ടേ വരുന്നുള്ളൂ. പിന്നെ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല ലൗഡ് സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡുവൽ ബാൻഡ് വൈഫൈ ആണ് 2.4ലും അതുപോലെ തന്നെ 5 GHz നിന്ന് വർക്ക് ചെയ്യും. വോൾട്ടേജ് സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5.1 ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4G 5G ഇത് സപ്പോർട്ടാണ്. പിന്നെ NFC സപ്പോർട്ട് ഉണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ OTG സപ്പോർട്ടാണ്. ഇനി ഫോണിൽ സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് വരുന്നത് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ്. ഫിംഗർ പ്രിന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിന്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പവർ ബട്ടന്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നത്. ഒരു ഡിലേ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഫേസ് ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫേസ് ലോക്കും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അതിലും ഒരു ഡിലേയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഫോണിൽ 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. പക്ഷേ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ വരുന്നത് 10 വാട്ടിൻ്റെ ചാർജർ മാത്രമാണ്. ഇതൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 10 വാട്ട് എന്നുള്ളത് ഒരു 5000 mAh ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം തന്നെ എടുക്കുന്നതാണ്. ഇതിന് 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഫോണിലെ ടച്ച് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു ലാഗോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 120 Hz റീഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നതും. യൂട്യൂബിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന ക്വാളിറ്റി 1080p ആണ്. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 4GB and 128GBക്ക് 799 dirhams ആണ്. അതുപോലെ ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 16,000 രൂപയാണ് 4GB and 128GBക്ക്. ഇതൊരു വേരിയൻറ്റിൽ മാത്രമാണ് നമുക്കിപ്പം വന്നിട്ടുള്ളൂ. ഓൺലൈനിലും ഒരു വേരിയൻറ്റിൽ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ഫോണാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഗെയിമിങ്ങിനുള്ള ഫോണും അതുപോലെ തന്നെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോണല്ല. എന്നാലും അത്യാവശ്യം വേണ്ട ഗെയിംസൊക്കെ നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും ഇതിലെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. AMOLED കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അതുപോലെ തന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസിൽ നമുക്ക് 5G ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ വരുന്ന ചാർജറാണ്. നമുക്കൊരു 10 വാട്ടിൻ്റെ ചാർജർ മാത്രമേ ഇതിൻ്റെ കൂടെ വരുന്നുള്ളൂ ഈ 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ. അതുപോലെ ഇതിൽ വരുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രൊസസ്സർ മാത്രമേ അതിൽ കിട്ടുന്നുള്ളൂ. ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫംഗ്ഷനുള്ളൊരു നല്ല ഫോൺ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ Moto G62 5G എന്ന ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ടെക് വീഡിയോസും കുറേ ഫിഷിംഗ് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ കൂടി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.